ഫ്ലവേഴ്സിന്റെ തിരുമുറ്റത്ത് തിരുവോണ താര തമ്പുരാനായി മോഹൻലാൽ. തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ ഫ്ലവേഴ്സിൽ. നീ എന്നെ ഇഷ്ടമെന്ന് പറയുന്ന മൊമെന്റിൽ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണെന്നറിയോ? നക്ഷത്രങ്ങൾ, നിലാവ്, ചന്ദ്രൻ, വെളിച്ചം. ഇതിപ്പോ ഒരുമാതിരി യാതൊരു ഫീലിങ്സ് ഇല്ലാതെ പറയുന്ന പോലെയായില്ലേ? അയ്യേ, എന്തോന്നയ്യേ? കുറച്ചുകൂടെ ഫീൽ ആയിട്ട് പറ. ഇഷ്ടാണ്. ഒന്നുകൂടെ പറ. ഇഷ്ടാണ്. ഒന്നുകൂടെ. ഇഷ്ടാണ്. എന്നോരം അവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ഈ മന്ദാരം ഒരു ചങ്ങാത്തക്കനവോടെ കണ്ണൊഴിയേ, പൂം പെണ്ണാളിൻ പുലർമഞ്ഞാളെ വരുകില്ലേ ഒന്നരികെ. ഈ കാർ എടുക്ക്. അച്ഛനും മോളോടും കളിച്ച് തിരിച്ചിരിക്കാണല്ലേ? മോള് ദേവു, ഒന്ന് പുറത്തേക്ക് പോയേ. എന്താ? നിന്റെ അച്ഛനിട്ടേ 2 കൊടുക്കാനാ. ആണോ? ആ, നിന്റെ അച്ഛൻ 2 അടിയുടെ അത്യാവശ്യം. ഇടിക്കാനാ? എന്നാ പ്രകാശ, ഇടി കൊണ്ടിട്ട് വിളിക്കിട്ടോ, ഞാൻ പുറത്തുണ്ടാവും. ഇടി നീ എന്നെ ഒറ്റയ്ക്കായിട്ട് പോണോ? എടാ നീ ഡോറൊക്കെ എന്തിനാ അടക്കണേ? നിങ്ങളോട് രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ അപ്പൊ തന്നെ അവളുടെ അടുത്ത് പോയി കൊളുത്തൂലേ? ആരോട്? ആ ത്രിവേണിയോട്. ശരിക്കല്ലേ? എടാ ആ കൊച്ചു സങ്കടപ്പെട്ടിരിക്കണപ്പേ എനിക്കൊരു വിഷമം തോന്നി, അതാ ഞാൻ പറഞ്ഞത്. ഉള്ളവരെല്ലാം പോയി. പക്ഷേ ഞാൻ അവളോട് രഹസ്യമായിട്ട് പറഞ്ഞതാണല്ലോ. അവള് നിന്നോടെന്ന് പറഞ്ഞാ? ചേട്ടനായി പല ഞാനോട് കയറ്റിയാനെ. നീ എന്താടി വാതിലടിച്ച് പുറത്ത് വെക്കുന്നേ? അകത്ത് പ്രകാശ് ഇടി കൊള്ളുവാ. ഇടി കൊള്ളുവാന്നാ? ആരുടെ ഇന്ന്? അർജുനേട്ടൻ്റെ ഇന്ന്. അർജുന, എടാ അർജുന, ആ ചേച്ചി, പ്രകാശിന്റെ വാതിൽ തുറന്നേ. ഇപ്പൊ തുറക്ക ചേച്ചി, ഒരു 5 മിനിറ്റ്. പ്രകാശേട്ടാ. ഇതുവരെ ഇടീന്റെ ശബ്ദമൊന്നും കേട്ടില്ല, ഡയലോഗ് മാത്രമേ കേട്ടുള്ളൂ. ഇടി തുടങ്ങുമ്പോ എന്നെ വിളിക്കണം കേട്ടോ അമ്മ. പ്രകാശേട്ടാ. എടാ ത്രിവേണി എന്ത് പറഞ്ഞു? ബിൽഡപ്പ് എല്ലാം കൊള്ളാമെങ്കിലും അവൾ ഓക്കെ പറഞ്ഞു. അത് ശരി. പക്ഷെ അവളെന്റെ പുറകെ നടക്കാൻ ആസ്വദിച്ച് വരായിരുന്നു. എല്ലാം കൊള്ളാക്കിയപ്പോ സമാധാനമായില്ലേ? അത് വിടറാ നീ. നീ ഇനിയാണ് സൂക്ഷിക്കണ്ടേ. അഞ്ചു ഞാൻ അറിഞ്ഞാണ്ട. അഞ്ചു ചേച്ചിയെ മാത്രല്ല സൂക്ഷിക്കണ്ട, പ്രകാശനെ സൂക്ഷിക്കാനുണ്ട്. എടാ എന്നെ നിനക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാം. നീ അങ്ങനെ കൊന്നോടാ. നോക്ക് വരുന്നുണ്ട്. പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. എന്തിനാ വാതിലൊക്കെ അടച്ചിട്ടെ? തല്ലാൻ പോവാന്നൊക്കെ ദേവു പറഞ്ഞു. തല്ല വന്നതാ, ഒരു ചേട്ടനായി പോയില്ലേ, അതുകൊണ്ട് വെറുതെ വിട്ടു.
ത്രിവേണി അഞ്ചേച്ചിക്ക് എന്താ സംശയങ്ങളൊക്കെ ഇല്ലേ? അഞ്ചേച്ചി അറിഞ്ഞാൽ എന്തൊക്കെ വലിയ പ്രശ്നം നടക്കുന്നവരെല്ലാവരും പറയുന്നത്. അതങ്ങ് മാറ്റിയേക്കാം. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ചേച്ചിക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനില്ലേ? എടുക്ക്, നന്നായിട്ടൊരു ഫോട്ടോ എടുക്കുക. ഞങ്ങളുടെ എന്തേ എടുക്കുന്നില്ലേ? ത്രിവേണി, ചേച്ചി ഇപ്പൊ ഫോട്ടോ എടുക്കുന്നില്ല. നീ പോയിക്കോ, എന്നിട്ട് ഫ്രീ ആകുമ്പോ വാ. പ്രകാശേട്ടാ, ഞാൻ എന്താ കണ്ടത്? അർജുൻ ത്രിവേണിയെ ചേർത്ത് പിടിക്കുന്നതല്ലേ? എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലേ? നീ ഒന്നും ചെയ്തില്ല. ആ കാഴ്ച കൊണ്ട് ഷോക്ക് എനിക്കിതുവരെ മാറിയിട്ടില്ല പ്രകാശേട്ടാ. എന്റെ കഷ്ടകാലം തുടങ്ങിയെന്നാ തോന്നുന്നേ. അതിന്റെ സിഗ്നലാ ഇത്. ഞാനിത് എല്ലാരോടും പറയും. നിങ്ങൾ കണ്ടോ? ഞാൻ പറയും പ്രകാശേട്ടാ, എല്ലാരോടും പറയും. എല്ലാരും അറിയട്ടെ. പിന്നെയും ചോദിച്ചു വാങ്ങാൻ പോകുന്നു. കിട്ടട്ടെ കിട്ടട്ടെ. എന്താടി നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. നീ ഫുഡ് ഉണ്ടാക്കി കഴിക്ക്. വയറ് നിറച്ച് കഴിക്ക്. നിന്റെ ചേച്ചി തന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടടി അർജുന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ? അതും എന്റെ മുന്നിൽ വെച്ച്. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാം. നിന്റെ ചുറ്റുകളി ഞാൻ എല്ലാരും അറിയിക്കടി. നിന്നെ ഇവിടുന്ന് ഞാൻ ഓടിക്കും. നിങ്ങൾ എന്തെങ്കിലും കാണിക്കും. നിനക്ക് പുച്ഛല്ലേ? ഇടി, നീ എന്തിനാ അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടണേ? അവരെന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് ചോദിക്കും പ്രകാശേട്ടാ. ഇടപെടൂടി, ഞാൻ ഇടപെടും. ഇതേ ഞാനും കൂടി അടങ്ങുന്ന കുടുംബത്തിലെ കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ? കാണിച്ചു തരാട്ടോ. ഇടി അഞ്ചു, പോയി പണി നോക്ക് മനുഷ്യ. അത് അതിന്റെ വഴിക്ക് പോയി. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അർജുൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല പ്രകാശേട്ടാ. ഞാൻ അവനോട് സംസാരിച്ചോളാം. ഞാൻ നേരത്തെ ഒരു രഹസ്യം പറഞ്ഞിരുന്നല്ല, അത് പരസ്യമാക്കിയല്ലേ? ദേ, ഒന്നാമത് അഞ്ചിനും അരവട്ടാണ്. അതുകൊണ്ട് അവനോട് പറഞ്ഞേക്ക്, നോക്കിയും കണ്ട് ഷോ ഇറക്കിയാൽ മതി. പേടിച്ചു പോയില്ലോടി. എന്താ ഇവിടെ നടക്കുന്ന വല്ലോ ഏട്ടത്തി അറിയുന്നുണ്ടോ? അതിനിവിടെ എന്താ നടക്കുന്നത്? ഏട്ടത്തിയോട് ഞാനിതെങ്ങനെ പറയും? എന്താ കാര്യം വെച്ചാ പറയടി. അത് ഏട്ടത്തി, ത്രിവേണിയില്ലേ? അവളെപ്പറ്റി പുതിയ വല്ല കഥ ഉണ്ടാക്കാനാണെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ. ആ, ഈ വിശ്വാസം അവര് മുതലെടുക്കുന്നേ. ആര്? ത്രിവേണി അർജുനും. ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടത്തി അത് വിശ്വസിക്കില്ല എന്ന് അവർക്കറിയാം. അതല്ലേ അവരെന്റെ മുന്നിൽ വെച്ച് ഈ മാതിരി ഷോ ഒക്കെ കാണിക്കുന്നേ. ഏത് മാതിരി ഷോ? ഏട്ടത്തി,
ഞാനിനി പറയാൻ പോകുന്നൊക്കെ സത്യമാണ്. സത്യം മാത്രല്ല, പച്ച പരമാർത്ഥം. നിന്ന് ബിൽഡപ്പ് ഇടാതെ കാര്യം പറയടി. ത്രിവേണി അർജുനും തമ്മിലേ നമ്മുടെ മുന്നിൽ കീരിയും പാമ്പൊക്കെ കളിക്കുന്നില്ലേ, അതൊക്കെ ചുമ്മാതാ. അതൊക്കെ അവരുടെ അടവാ. അവര് തമ്മിലേ അടുപ്പത്തിലാ. ആണോ? ഒന്ന് പോയേടി അവിടുന്ന്. പുതിയ കഥയും കൊണ്ട് വന്നോളവള്. വേറെ ഒരു തൊഴിലും ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അർജുനൻ എന്റെ മുന്നിൽ വെച്ച് ത്രിവേണിയെ ചേർത്ത് പിടിച്ചതോ? അത് വിശ്വസിക്കാൻ പറ്റില്ലേ? അത് മാത്രല്ല, അവൻ എന്നോട് ചോദിക്കുക ഇപ്പൊ വിശ്വാസമായോന്ന്. എന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കാനും പറഞ്ഞു. എന്നിട്ടാ ഫോട്ടോ എവിടെ? ആ കാഴ്ച കണ്ടപ്പോ എന്റെ ഏട്ടത്തി എന്റെ കയ്യും കാലൊക്കെ വിറച്ചുപോയി. എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. നിന്റെ കയ്യും കാലും വിറച്ചു പോവാനാ? ആ ഏട്ടത്തി, ഞാൻ അങ്ങനെ ഒരു കാഴ്ച പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അയ്യോ ഒയ്യോ. പിന്നെ അഞ്ജു, നീ മുമ്പ് പറഞ്ഞില്ലേ ത്രിവേണിയും അർജുനും ഒന്നിച്ചാണ് അവളുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോയതെന്ന്? ആ, എന്നിട്ട് എന്തായി? അത് ഞാൻ പറഞ്ഞ സത്യല്ലേ? ആ, എന്നിട്ട് അത് അങ്ങനെ അല്ലെന്നല്ലേ തെളിഞ്ഞത്? കിഷോർ ഏട്ടന് അവരുടെ കൂടെയാ, അതാ അങ്ങനെ പറഞ്ഞത്. എന്നൊന്ന് വിശ്വസിക്കേട്ടത്തി, അവര് തമ്മിൽ അടുപ്പത്തിലാ. എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല അഞ്ജു. നീ അവളെ വല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ എന്തിനാ? അവളെ അവളുടെ പാട്ടിനെ വിട്ടേക്ക്. നിനക്ക് എന്തൊക്കെ കാര്യം ഉണ്ടടി ഇവിടെ വേറെ ചെയ്യാൻ? ചുമ്മാ ഏത് നേരവും അവളുടെ പുറകെ അങ്ങ് നടന്നോളൂ. അവള് പിടിച്ചു വല്ലതും ചെയ്താ നീ പിന്നെ എന്റെ മുന്നിൽ തന്നെ വന്നിരുന്ന കരയുന്നത് ഞാൻ കാണേണ്ടി വരും. അപ്പൊ സപ്പോർട്ട് എന്ന് പറഞ്ഞ എന്റെ പുറകെ നടക്കരുത്. ശരി, ഏടത്തി എന്നെ വിശ്വസിക്കണ്ട, പക്ഷേ പ്രകാശേട്ടന് വിശ്വാസല്ലേ? ഇത് നടക്കുമ്പോളേ പ്രകാശേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പ്രകാശേട്ടനോട് ചോദിക്കാം. ഏട്ടത്തി വാ, വാ ഏട്ടത്തി. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, എന്താടി? നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ കാര്യം? ഏട്ടത്തിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. വാ. പ്രകാശേട്ടൻ വരുമ്പോ അറിയാലോ സത്യം. അപ്പൊ ഏട്ടത്തി വിശ്വസിച്ചാ മതി. എന്താ കാര്യം? പ്രകാശേട്ടൻ കണ്ട കാര്യേ അതുപോലെ അങ്ങ് പറഞ്ഞേ. എന്ത് കണ്ട കാര്യം? എന്ത് കണ്ട കാര്യന്നോ? ആ, അർജുൻ ത്രിവേണിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. പറ പ്രകാശേട്ടാ. ഇവളെന്തൊക്കെയാ പറയണേ? പ്രകാശേട്ടാ, അർജുൻ ത്രിവേണിയെ ചേർത്ത് നിർത്തിയില്ലേ, അത് അത് പറ. എടി, നീ എന്ത് വിവരക്കേടാ ഈ പറയണേ? ദേ, ഒരുമാതിരി ഉരുണ്ട് കളിക്കല്ലേ. എടി, ഞാനെന്താ ഉരുണ്ട് കളിക്കണേ? ഇവളെന്തൊക്കെയാ പറയണത് എനിക്ക് മനസ്സിലാവല്ല. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത് കൊള്ളാല്ല. നീ എന്തിനാ ദേഷ്യം പിടിക്കണേ? അഞ്ജുവേ, നിനക്കിതിൽ കൂടുതൽ വല്ലതും പറയാനുണ്ടോ? ഇങ്ങനെ കള്ളം പറയേട്ടത്തി. എനിക്ക് മനസ്സിലായി, അവൻ കള്ളം പറയുവാന്ന്. അതായത് അവൻ പറയുന്നത് കള്ളം, നീ പറയുന്ന മുഴുവൻ സത്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കണം? എന്റെ പൊന്നഞ്ചു, എന്തോരം കാര്യങ്ങൾ നിനക്ക് ഈ വീട്ടിൽ ചെയ്യാനുണ്ടടി. ഒന്ന് പോയേ നീ അങ്ങോട്ട്. ഇല്ല, ഞാൻ സത്യം തെളിയിച്ചിട്ടേ പോ. പറ പ്രകാശേട്ടാ സത്യം. എനിക്കറിയില്ല ഏട്ടത്തി ഇവളെ എന്താ ഉദ്ദേശിക്കണേന്ന്. നീ എന്താ ഉദ്ദേശിക്കണേ? നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാട്ടത്തി. ഒന്ന് പോയടി. നിന്റെ ഭ്രാന്തിൽ എനിക്ക് കൂട്ടുവെക്കാൻ പറ്റില്ല. എത്ര കിട്ടിയാലും ഒരു ഉളുപ്പും ഇല്ലാത്തൊരു ജന്മം. ഇവൾക്കിത് എന്തിന്റെ കേടാണ്? ആ, നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? നിങ്ങളൊന്നും കണ്ടിട്ടില്ല അല്ലേ? നിങ്ങൾക്ക് എന്തിന്റെ കേടോ? പ്രകാശ് ഇതാ ഇപ്പൊ അമ്മ എടുത്തിട്ടിരിക്കുന്നു. അപ്പൊ നേരത്തെ വേറെ ആരെങ്കിലും അടിച്ചാ? ആ, അർജുനേട്ടൻ ഇടിക്കുന്നു പറഞ്ഞു. ആ, ബെസ്റ്റ്. അച്ഛനാരും ഇവിടുത്തെ ചെണ്ടയാ. എന്താ പ്രശ്നം? ആ, എല്ലാരും കൂടി എന്റെ പുക കണ്ടിട്ടേ പോകുന്നു തോന്നുന്നു. ആ, ഞാൻ നിങ്ങളുടെ പുക കണ്ടിട്ടേ പോ. നിങ്ങളിപ്പോ ചെയ്തതിന്റെ പേരെന്താന്നറിയോ? ചതി. നിങ്ങൾ എന്നെ ചതിച്ചല്ലേ? ഞാൻ വെറുതെ വിടില്ല നിങ്ങളെ. കാണിച്ചു തരാം. എന്നെ കള്ളിയാക്കുമല്ലേ?
പ്രശ്നം? ആ ദേ വരുന്നു, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒരു കൂസലില്ലാതെ. എന്ത് പറ്റി ചേട്ടാ? എന്തു പറ്റിയേട്ടാന്നാ? നീ കുറച്ചു മുമ്പ് അഞ്ജുവിന്റെ മുന്നിൽ വെച്ച് എന്താ ചെയ്തേ? സംഭവം എങ്ങനെ ഉണ്ടായി? മാസായില്ലേ? മാസ് അവളെ കലിപ്പിച്ചടക്ക, ഇതിന്റെ ഇടയിൽ പെട്ടത് ഞാൻ. അടിയും വാങ്ങിച്ചു. കൊച്ചച്ച കാര്യം എന്താന്ന് പറ. നീ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഡാ ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ പണിയൊന്നും നീ ഒപ്പിക്കരുത്, എനിക്ക് താങ്ങാൻ വയ്യ. ചേട്ടാ ചേട്ടനെങ്കിലും പറ, എന്താ പ്രശ്നം? അതെ, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാ, പിള്ളേരതൊന്നും അറിയണ്ട കേട്ടോ. പിള്ളേരാ? ഇത്രയും നാളും ചേട്ടനെ സഹായിക്കാൻ ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പാരയ്ക്കാനും നിങ്ങൾ തന്നെ ഉണ്ടായുള്ളൂ. ഇനി സഹായം ചോദിച്ച് ഇങ്ങോട്ട് വാ, അപ്പ കാണിച്ചു തരാം. ഓ, എനിക്കിനി നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. ഈശ്വര, ഈ കൊച്ചു വീട്ടിൽ എന്തൊക്കെയാണോ എന്തോ സംഭവിക്കുന്നത്. എന്നെ നീ ഇവിടെ പിടിച്ചിരുത്തിയിട്ടേ അരമണിക്കൂറായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണത്. നീ കാര്യം പറയണ്ട അഞ്ജു. ഏട്ടാ ഞാൻ കണ്ട കാര്യം പറഞ്ഞ ഏട്ടൻ വിശ്വസിക്കില്ല. പിന്നെ പറഞ്ഞത് തന്നെ നീ വീണ്ടും പറഞ്ഞോണ്ട് തന്നെ ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റ് പോകും. ഏട്ടാ ഇരിക്കേ, ഞാൻ പറയാം. അതെ, നമ്മുടെ അർജുനൻ ത്രിവേണിയില്ലേ? അർജുനൻ ത്രിവേണി? എന്ത്? എന്റെ മുന്നിൽ വെച്ച് അവരെ ഞാനിതെങ്ങനെ ഏട്ടനോട് പറയും? നീ കാര്യം പറഞ്ഞു. കാര്യമായിട്ടാണ് അഞ്ജു പറഞ്ഞത്. അതേട്ടാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ ഇതൊക്കെ. ഞാനിത് പറഞ്ഞിട്ട് ഏട്ടത്തി വിശ്വസിക്കുന്നില്ല. എന്റെ കെട്ടിയവനാണെങ്കിൽ എന്നെ ചതിച്ചു, എന്നെ കള്ളിയാക്കി മോഹനേട്ടാ. സ്വന്തം ഏട്ടനായ എന്നെ അവൻ ചതിച്ച്, പിന്നല്ലേ നീ? ഇത് അത്ര നല്ല ബന്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല മോഹനേട്ടാ. ഈ ബന്ധം നടക്കാൻ പാടില്ല. അഞ്ജു പറഞ്ഞത് ശരിയാ, ഞാൻ അവരോട് സംസാരിക്കാം. അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞാ പോരാ, അർജുനെ പറഞ്ഞ് മനസ്സ് മാറ്റണം. ഇനിയും ഈ കുടുംബത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാണാൻ എനിക്ക് വയ്യ. ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാരൊക്കെ സമ്മതിച്ചാലും മായമ്മ ഈ ബന്ധം സമ്മതിക്കോ? ഇതിന്റെ പേരിൽ മായമ്മയും ഏട്ടത്തിയും തമ്മിൽ പ്രശ്നം, ഏട്ടത്തിയും ത്രിവേണിയും തമ്മിൽ പ്രശ്നം, ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ പ്രശ്നം ഒക്കെ ഉണ്ടാവില്ലേ? അല്ല, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാനിതൊക്കെ ഏട്ടനോട് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ത്രിവേണി അർജുനും ഒന്നിക്കുന്നതിന് എനിക്കെന്താ? ഒന്നാമത്തെ ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള പ്രശ്നങ്ങള് തീർന്നു വരുന്നതേ ഉള്ളൂ. വെറുതെ എന്തിനായിട്ടാ പുതിയൊരു പ്രശ്നം? ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഏട്ടാ? ഇല്ല, അഞ്ജു പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അവരോട് സംസാരിക്കാം. ഏട്ടാ, എന്നാ ഞാൻ പോട്ടെ. പറ, എന്താ ഉദ്ദേശം? അഞ്ചു ചേച്ചിയുടെ സ്വഭാവം ചേട്ടൻ അറിയാലോ, വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറയണതാ. അഞ്ജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം.
അവൾ ഇല്ലാത്തൊന്നും പറയൊന്നുമില്ല, ഉള്ള കാര്യം തന്നെ പറയുന്നു. പിന്നെ പറയുമ്പോ കുറച്ച് പൊലിപ്പിച്ച് പറയുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അവൾക്ക്. അതുകൊണ്ടേ രണ്ടുപേരും കിടന്ന് ഒരുപാട് ഉരുളാൻ നിൽക്കണ്ട, ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാ മതി. ചേട്ടാ, ഞങ്ങളടുത്തെങ്കിൽ അതിന്റെ കാരണം ചേട്ടൻ തന്നെയാണ്. ഞാനാ? ഞാൻ അതുകൂടെ പറഞ്ഞിട്ടുണ്ടാക്കടാ. ഞാനിത് ചെയ്തു. ചേട്ടൻ കാരണം തന്നെയാ. ചേട്ടനില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു.